എന്നാലും കാട്ടിലൊക്കെ പോകുമ്പോൾ ചട്ടിയും കലുമൊക്കെ കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പാത്രങ്ങളൊക്കെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ വല്ല കാട്ടുമൃഗങ്ങളൊക്കെ ആക്രമിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓടാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ സേഫായി എപ്പോഴും കുറച്ച് സാധനങ്ങൾ ക്യാരി ചെയ്ത് പോകും. അപ്പോൾ നമുക്കിതെടുക്കാം. നമുക്കെടുക്കാം ബന്ധു. അപ്പോൾ റൈസിൻ്റെ കാര്യം കറക്റ്റായി. ഇതിപ്പോൾ നമുക്ക് ചിക്കനും മീനും ഉണ്ട്. ആദ്യം എന്താണ് നമുക്ക് വേണ്ടി ഉണ്ടാക്കാൻ? രണ്ടും ഒരുമിച്ച് ചെയ്യാം നമുക്ക്. ഓക്കെ. പിന്നെ കാടിനകത്ത് നമ്മൾ ഈ പാചകം ചെയ്യുമ്പോൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. കാടിനകത്ത് തീ ഉണ്ടാവാതിരിക്കാൻ നോക്കുക. പ്ലാസ്റ്റിക്, അതുപോലെ പ്ലാസ്റ്റിക് സാധനങ്ങൾ ഇവിടെ 100% അവർ ഉപയോഗിച്ചേ കൂടാ, കംപ്ലീറ്റ്ലി ഇവിടെ നിരോധിച്ചിരിക്കുകയാണ് പ്ലാസ്റ്റിക് സാധനങ്ങൾ. ആ കല്ലിന് പുറത്ത് നമ്മൾ 3 ഇല പ്ലീസ്. അപ്പോൾ ഇല വാടിയതിന് ശേഷം ആ ഇലയുടെ പുറത്ത് വെക്കുമായിരിക്കും ഇല്ല കേട്ടാ. ആ ചൂട് കല്ലിൽ ഈ ഇല വിരിച്ചിട്ട് ഓക്കെ. അതിന്റെ മുകളിൽ നമ്മളതങ്ങ് വെച്ചു. ഇത്രയേ ഉള്ളൂ. ഇനി ഇത്ര സമയം നമ്മൾ വെയിറ്റ് ചെയ്യുക അല്ലേ? ഇച്ചിരി സമയം കാത്തിരിക്കുക. അപ്പോൾ ശരിക്കും നിങ്ങൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ശരിക്കും നമുക്ക് സ്വന്തമായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് തരും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ. അതുകൊണ്ട് തീർച്ചയായിട്ടും അവരുടെ ഹെൽപ്പ് നമ്മൾ തേടുക. ഇന്നക്കാട് വെട്ടി മല വാഴണം കേട്ടു. കുരുവി പറന്നാലും എത്താത്തൊരു നാട്, കാകൻ പറന്നാലും എത്താത്തൊരു നാട്. കാകൻ പാരുന്തായി വരുമെന്നും കേട്ടേ കാണുന്ന കാകന്റെ ചിറകെല്ലാം കോരി. അടിപൊളി. അങ്ങനെ ഇപ്പോ വിശപ്പിന്റെ ഒരു വിളിയും തുള്ളലുമാണ് നിങ്ങളിപ്പോ കണ്ടത്. ഇത് ഓപ്പൺ ചെയ്യാണ്, ഡിസ്പ്ലേ ചെയ്യാൻ പോവാണ്. ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു നമ്മൾ സ്റ്റീൽ പാത്രം, അലുമിനിയം പാത്രം കണ്ടിട്ടുണ്ട്. കണ്ടോ, ഇതിൽ ഒരു ശകലം പോലും വേസ്റ്റ് പോവാണ്ട് ചേട്ടൻ അതിലോട്ട് അത് ട്രാൻസ്ഫർ ചെയ്യാൻ പോവാണ്. കണ്ടോ, കറക്റ്റ്. ഒരു പൊടിയോ ഒരു അഴുക്കോ ഒന്നുമില്ല. 100% പ്യുവർ ആയിട്ടുള്ള റൈസാണ് അതിനകത്ത്. നമ്മൾ സാധാരണ വെക്കുന്നതിനേക്കാളും വളരെ 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 ഹൈജീനിക് ആയിട്ട് നമുക്ക് ആ സംഭവം കിട്ടിയിട്ടുണ്ട്. നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല വെന്തിട്ടുണ്ട് സംഭവം. അതെ, നല്ല വെന്തിട്ടുണ്ട്. മീനിതാ ഏത് പരുവായി നമുക്ക് നോക്കാം. മാജിക് കാരണം മജീഷ്യൻസ് ഒക്കെ കാണിക്കുന്ന പോലെ ഇതൊക്കെ മാറുമ്പോൾ കണ്ടോ രൂപം അങ്ങ് മാറി കിടിലം. ആ അവൻ കിടന്നങ്ങ് പിടയ്ക്കുന്ന പോലെ കേട്ടോ, നോക്കി കണ്ടോ. ആ വാവ്, അടിപൊളി. രക്ഷയില്ല മോനെ രഞ്ജിത്തെ. ഈ വാടിയിലേക്ക് ഒരു മണമുണ്ട് കേട്ടോ, നല്ല ഒരു മഞ്ഞളിന്റെ ഒരു മണം. തിന്നോ, കുറച്ച് കൊടുത്താൽ മതി കേട്ടോ, ബാക്കി എനിക്കാണ്. ഞാൻ ആദ്യം ഫിഷ് ഒന്ന് ടേസ്റ്റ് ചെയ്യാം കേട്ടോ. എനിക്ക് വിശക്കുന്നു. ചിക്കൻ ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. നല്ല കറക്റ്റ് വേവ് ആണ് കേട്ടോ. ചിക്കൻ ഒന്ന് ടേസ്റ്റ് ചെയ്യാണ്. ഇത് ഞാൻ കഴിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ് കേട്ടോ. ടേസ്റ്റ് എങ്ങനെയാണെന്ന് നിങ്ങൾ അറിയണ്ടേ. മീനിനെക്കാളും എനിക്ക് ഇഷ്ടപ്പെട്ട ചിക്കനാണ് കേട്ടോ. ചിക്കൻ കുറച്ചുകൂടെ നല്ല രുചിയുണ്ട്. രുചി ഇൻ ദ സെൻസ് നല്ല സ്പൈസി. നമുക്ക് അങ്ങനെ ഇത് കൊള്ളാം അത് കൊള്ളാം, നമ്മളെല്ലാവരും തിന്നും. എങ്ങനെയുണ്ട്?
അതിത്തിന്നോ ദാനാദഗദഗദിന്നോ നാന അതിത്തിന്നോ ദാനാദഗദഗദിന്നോ നാന. അങ്ങനെ മനസ്സും വയറും എല്ലാം നിറഞ്ഞാണ് നമ്മൾ ഇവിടുന്ന് പോകുന്നത്. മൊത്തത്തിൽ അങ്ങ് അർമാദിച്ചു. അപ്പോൾ നല്ലൊരു സ്ഥലമാണ് അതിരപ്പള്ളിയും വാഴച്ചെല്ലിൽ നിന്ന് നമ്മൾ മടങ്ങുന്നത് നല്ല കുറച്ച് ഓർമ്മകളുമായിട്ടാണ്. ഒപ്പം നമ്മൾ രുചിച്ച ഈ ബാംബൂ ഫുഡും. അപ്പോൾ മറ്റൊരു നല്ലൊരു വിഭവമായിട്ടും മറ്റൊരു സ്ഥലത്തും നമ്മൾ വീണ്ടും നിങ്ങളുടെ മുമ്പിലെത്തും. സീ യു ഇൻ നെക്സ്റ്റ് എപ്പിസോഡ്.